പ്രതിഷേധമായിരുന്നു. അഡ്വക്കേറ്റ് ടി ബി മിനി മാധ്യമങ്ങളെ കാണുകയാണ്. പ്രതീക്ഷയില്ല. എല്ലാ കുറ്റക്കാരാരാണെന്നും നിരപരാധികൾ ആരാണെന്നും കുറ്റം പൂർണ്ണമായും തെളിയിക്കാത്തവരാരാണെന്നും കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളതാണ്. അതിൽ ഒരാൾക്ക് മാത്രമേ ശിക്ഷയുടെ കാര്യമുള്ളൂ അല്ലേ, പൾസർ സുനി എന്ന് പറഞ്ഞ A1. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് കോടതി അതാത് സെക്ഷൻ അനുസരിച്ചുള്ള അവർ കുറ്റം ചെയ്തതനുസരിച്ചുള്ള ശിക്ഷയാണ് ഈ കൊടുക്കുന്നത്. സുനിയെ സംബന്ധിച്ച് സുനി ഇപ്പോൾ 8 വർഷം എന്നത് 10 വർഷമായിട്ട് കണക്കാക്കപ്പെടും. അയാൾ ശിക്ഷ അനുഭവിച്ചതാണ്. അതിനെ സംബന്ധിച്ച് കോടതി പറയും. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കോടതി എന്ത് പറയും എന്നതാണ്. ഇപ്പം നിങ്ങളോട് എല്ലാവരെയും കണ്ട സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. വ്യാപകമായ സൈബർ ആക്രമണം പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് എനിക്കെതിരായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചില സംഘടനകൾ, മറുനാടൻ മലയാളിയെ പോലുള്ള ആളുകൾ നിരന്തരമായിട്ട് പച്ചക്കള്ളങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഇത്ര വർഷം ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഈ കേസ് പൊരുതിക്കൊണ്ടിരുന്നത്. നിങ്ങളെന്നെ സഹായിച്ചില്ല എന്ന് ഞാൻ പറയില്ല. എപ്പോഴും നിങ്ങളുടെ കൂട്ടുണ്ടെന്ന്, എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അപ്പം ഈ നുണക്കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 250 യൂട്യൂബേഴ്സ്, കേരളത്തിൽ നിന്ന് നിലവിലുള്ള മുഴുവൻ യൂട്യൂബേഴ്സിനെയും കയ്യിലെടുത്ത് വ്യക്തിപരമായി മനസ്സവാചി അറിയാത്ത എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങളോട് പറയണമല്ലോ. അത് നാളെ അവർ തുടരുമായിരിക്കും. തളർന്നു പോകരുത് നിങ്ങളെല്ലാവരും പറയുമ്പോഴും വ്യക്തിപരമായിട്ടുള്ള ആക്രമണം പറയണം. നുണ എന്താ UN-യുടെ സമര കാലഘട്ടത്തിൽ, എന്താണ് നേഴ്സുമാരുടെ സമര കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി 4 വർഷം രാപ്പകലില്ലാതെ പണിയെടുത്ത് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം പണിയെടുത്ത ഒരാളാണ് ഞാൻ. ഇന്ന് നേഴ്സുമാർക്ക് എന്തെങ്കിലും അവകാശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ യുദ്ധം കൊണ്ട് കിട്ടിയതാണ്. നിങ്ങൾക്കറിയില്ല അമൃതയിൽ നേഴ്സുമാരെ തല്ലി ഇതാക്കിയ കാര്യങ്ങൾ. ആ തല്ലിയ രാത്രി അഡ്വക്കേറ്റ് ടി ബി മിനി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്. ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടി പ്രോസിക്യൂഷനെ സഹായിക്കാനുണ്ടായിരുന്ന അഭിഭാഷകയാണ് അഡ്വക്കേറ്റ് ടി ബി മിനി. കഴിഞ്ഞ കുറേ ദിവസമായി ഈ വിധി വന്നതിനു ശേഷം അഡ്വക്കേറ്റ് ടി ബി മിനിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നു എന്ന കാര്യമാണ് ടി ബി മിനി ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. മാത്രമല്ല, ഈ വിധിയുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ തന്നെ വലിയ നിരാശ പ്രകടിപ്പിച്ചിരുന്നതാണ് അഡ്വക്കേറ്റ് ടി ബി മിനി. മാത്രമല്ല, കേരള മനസ്സാക്ഷിയെ നടുക്കിയ സംഭവമാണ് 2017 ഫെബ്രുവരി മാസം 7-ാം തീയതി ഉണ്ടായിരുന്നത്. അന്ന് നടി ആക്രമിക്കപ്പെട്ട ആ സംഭവത്തെ തുടർന്ന് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾക്കൊക്കെ കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. കേരളീയർ അതിനൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിൽ തന്നെ സ്ത്രീകളുടെ ഒരു തെളിവുകൾ ഹാജരാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആക്ഷേപം പച്ചക്കള്ളമാണ്. ഞാനത് നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ പറയും. ഇന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇന്ന് 12-ാം തീയതിയോട് കൂടി എൻ്റെ അതിജീവിതയുടെ വക്കാലത്ത് അവസാനിക്കണത്. നാളെ മുതൽ ഞാൻ ഫ്രീ ആണ്. നാളെ മുതൽ ഞാൻ അഡ്വക്കേറ്റ് ടി ബി മിനിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് വരെ നിയമപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻ എനിക്കുണ്ട് പറയുന്നത്. എടോ, അതിജീവിതയ്ക്ക് അപ്പീൽ പോകണമെങ്കിൽ, അതിജീവിതയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്നൊക്കെ അഡ്വക്കേറ്റ്സിനെ കൊണ്ടുവരണമെങ്കിൽ എത്ര പൈസ ചിലവാക്കണടോ? ഇവർക്ക് ഉണ്ടാവുന്ന പൈസ, ഇവരിപ്പോൾ പുതിയ സിനിമകൾ ചെയ്യുന്നു. സിനിമാ മേഖലയിലെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം, സിനിമാ മേഖലയുടെ സംവിധായകരെല്ലാം, സിനിമാ മേഖല കൊട്ടക മുതലാളിമാരെല്ലാം ദിലീപിൻ്റെ പക്ഷം ചേരുമ്പോൾ ആരുണ്ടാവും ഇതൊക്കെ ഫേസ് ചെയ്ത് നടക്കാൻ? ഞാൻ ഈ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ 2 വർഷക്കാലം ഞാൻ ഒറ്റയ്ക്കല്ലേ നടന്നത്. അതിജീവിതയ്ക്ക് ഭാവിയെ കുറിച്ച് നീ ചോദിച്ചാൽ അതെന്താ പിന്നെ അവരുടെ സുരക്ഷ മാത്രമോ? നിങ്ങളിപ്പോ റിപ്പോർട്ടറല്ലേ? റിപ്പോർട്ടറല്ലേ ഇപ്പോഴും? റിപ്പോർട്ടറിൽ നിന്റെ സുരക്ഷയെ കുറിച്ച് നീ ഓർത്തോ? നിന്റെ സുരക്ഷ, എൻ്റെ സുരക്ഷ. അതിജീവിതയ്ക്ക് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ട. അവർക്ക് അങ്ങനെ ഇരിക്കാം, നമ്മളാരും ശ്രദ്ധിക്കില്ല. പക്ഷെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ? തനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടേ? അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്ന മുഴുവൻ മീഡിയ പേഴ്സൺസ് നോക്കിയോക്കെ എത്ര ക്രിമിനൽ സംഘങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. പക്ഷെ അല്ല, എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ടാണ്. ഞാൻ തെളിവുകളുണ്ടെന്ന് ഞാൻ സഹിനോട് പറയല്ലേ. സഹിൻ, എനിക്ക് തെളിവുകളുണ്ട്. ഈ തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് 100%. മനസ്സിലായി? 100-ൽ കൂടുതലുണ്ടാ ആളുകൾ 101 പറയും. പക്ഷെ 101% ഇല്ലല്ല. ഇല്ല, അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല. നിയമം അനുവദിക്കണില്ല. അതിജീവിതയ്ക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോഴാണ് വന്നത്. ആ അപ്പീൽ അവർക്ക് കൊടുക്കാം.
അല്ലാതെ ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു കണ്ടംപ്റ്റ് കിടക്കുന്നുണ്ട്. ആ കണ്ടംപ്റ്റുമ്പോൾ വേണമെങ്കിൽ എനിക്ക് വാദം പറയാം. അതല്ലാത്ത ഒരു ഇതിനും പറ്റില്ല. ഈ ആളുകളെല്ലാവരും പറഞ്ഞ എന്താ അറിയാമോ, അതിജീവിതയുടെ വക്കീൽ കേസ് നടത്തി തോറ്റുന്നു. ഞാൻ എവിടെ കേസ് നടത്തി തോറ്റിയത്? ഞാൻ കേസ് നടത്തി ജയിച്ച ആളാണ്. ഈ മെമ്മറി കാർഡിൽ രണ്ടാമത് എടുത്തുകൊണ്ട് ഇവിടെ വെച്ചു അല്ലേ, ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡ് ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറിയ ഹാഷ് വാല്യൂ മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് ഇവിടെ കൊണ്ടുവച്ചു. നിങ്ങൾ ചോദിക്കണം ഈ അക്യൂസിൻ്റെ വക്കീലന്മാരോട്, എവിടെയാണ് CFSL പോയ റിപ്പോർട്ട്? CFSL അവർ റിപ്പോർട്ടിന് പോയില്ലേ മെമ്മറി കാർഡിൻ്റെ? അത് എവിടെയാ? കോടതി ഹാജരാക്കിയോ? എവിടെയെങ്കിലും ഹാജരാക്കിയോ? ഇല്ല. ഇതെല്ലാം അറിയാവുന്ന ആൾ നമ്മൾ തന്നെയാണ്. ഇന്ന് വൈകുന്നേരം വരെ 12-ാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 12-ാം തീയതിക്ക് ശേഷം ഞാൻ വെറും അഡ്വക്കേറ്റ് TB മിനിയാണ്. നീ സൈബർ കാണുന്നില്ലേ സഹിനെ? ഈ മറുനാടൻ മലയാളി പച്ച കള്ളം ഇരുന്ന് ഏതെങ്കിലും ജേർണലിസ്റ്റിങ്ങിന് ചെയ്യോ? ജേർണലിസ്റ്റുകളാണെങ്കിൽ ചെയ്യോ? മറുഭാഗത്തിന് എന്താ പറയുന്നത് കേൾക്കാതെ ചോദിക്കാതെ ഇത് എന്തിനു വേണ്ടിയാണ് ആളിരുന്ന് ചെയ്തുകൊണ്ടിരിക്കണേ? ഏത് കാര്യമാണ് ഈ പറയുന്നത്? അതിജീവിതയുടെ കാര്യമോ ദിലീപ് കേസോ ആണോ പറയുന്നത്? ഞാൻ പണ്ട് മൂത്രപ്പര പോയപ്പോ മര്യാദക്ക് കയറ്റിയിട്ടില്ല എന്നുള്ളതാ പറയണേ. നീ കണ്ണു തള്ളണ്ട, ഒരു സാധനം പറഞ്ഞു നീ അതെടുത്ത് പറയണ്ട. അങ്ങനെയല്ല, അത്ര മോശമായ രീതിയിൽ അല്ലേ? അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയോ? ഇല്ല. അപ്പം നമ്മൾ എത്ര ജെനുവിനാണെന്ന് എനിക്ക് എറണാകുളത്തുള്ള പത്രക്കാർക്കറിയാം. ഞാൻ എന്തായിരുന്നു, ജനിച്ച് വളർന്ന് പഠിച്ച് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ തന്നെ നിങ്ങളെ കണ്ട് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്ത് നിങ്ങൾ വിളിക്കുമ്പോഴത്തൊക്കെ വന്ന് ഞാനും ഒരു മനുഷ്യനാണ്. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ മാത്രമാണ്. ഈ കാലഘട്ടത്തിലെല്ലാം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. നടിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനിയാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. വ്യാപകമായ സൈബർ ആക്രമണം നേരിടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോഴും അത് നേരിട്ടുകൊണ്ടിരിക്കുന്നുവെന്നാണ് അഡ്വക്കേറ്റ് TB മിനി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഏതായാലും ഈ വിഷയത്തിൽ താൻ നടത്തിയ പോരാട്ടം വിജയിച്ചിട്ടുണ്ട്. മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പോരാട്ടം വിജയിച്ചിരുന്നു. അതിൻ്റെ ആ ഒറിജിനൽ മെമ്മറി കാർഡ് പിന്നീട് തിരികെ എത്തിക്കാൻ അതിന് പ്രേരണയായത് താൻ നടത്തിയ നിയമ പോരാട്ടത്തിലൂടെയാണ് എന്ന കാര്യവും അഡ്വക്കേറ്റ് TB മിനി പറയുന്നുണ്ട്. 3 തവണ ഹാഷ് വാല്യൂ ഈ മെമ്മറി കാർഡിൻ്റെ മാറിയിട്ടുണ്ടെന്നാണ് നേരത്തെ കണ്ടെത്തിയിരുന്നത്. 3 തവണ ഈ മെമ്മറി കാർഡ് പലരും കണ്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി ആണ് അതോടുകൂടി പുറത്തു വരികയും ചെയ്തിരുന്നത്. അങ്ങനെ ഈ നടിയെ ആക്രമിച്ച കേസിൽ എത്രയോ വഴിത്തിരിവുകൾ നടന്നിട്ടുണ്ട്, എത്രയോ പേർ മൊഴി മാറ്റിയിട്ടുണ്ട്. അറിയപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിലൊക്കെ മൊഴി മാറ്റിയിരുന്നത്. നേരത്തെ പോലീസിന് നൽകിയ ആ മൊഴി തിരുത്തി പിന്നീട് കോടതിയിൽ അവർ ആ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കാതെ പിന്നീട് പ്രതികൾക്ക് അനുകൂലമായി മൊഴിമാറ്റിയ സംഭവത്തിനുമൊക്കെ കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. ഇൻ ക്യാമറ നടപടികളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, അതായത് അടഞ്ഞ കോടതിയിലായിരുന്നു ഈ സംഭവം എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറം ലോകം അധികം അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഏതായാലും ഇനി ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.